സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഗിരീഷ് മാഷിനെ കാണുന്നത് ഓർമ്മയിലെ ചന്ദ്രമതി മേഡത്തിൻ്റെ മകളായ മീര അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ കാറിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഗിരീഷ് മാഷാണ് രക്ഷപ്പെടുത്തിയത്. അതിനുശേഷമാണ് അറിയുന്നത് രജനിയുടെ പൂർവ്വകാമുകനായിരുന്നു ഈ പറയുന്ന ഗിരീഷ് മാഷെന്ന്. എല്ലാ അർത്ഥത്തിലും വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ ഗിരീഷ് മാഷാണ് ഇപ്പോൾ ചന്ദ്രമതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ചന്ദ്രമതി എന്ന് പറയാൻ തീരെ ചെറിയ പെൺകുട്ടിയൊന്നുമല്ല. അമ്മയുടെ പ്രായം വരുന്ന ആ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ PR വർക്ക് ത്യാഗരാജൻ്റെ വക നടത്തിക്കൂട്ടിയപ്പോൾ ഗിരീഷ് മാഷിൻ്റെ എല്ലാ സൽപ്പേരും അതോടെ ഇല്ലാണ്ടായി. നമ്മുടെ കാട്ടൂരാൻ ഇടപെട്ട് ഗിരീഷ് മാഷിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ പുറത്തിറക്കി കേസിൽ നിന്ന് ഊരിയെടുത്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രചരിച്ച ആ ഒരു വൈറൽ ന്യൂസ് അതിനെ തുടർന്ന് ഗിരീഷ് മാഷിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ മാനക്കേടുണ്ടാക്കി വെച്ചു. ഈ വാർത്ത വൈറലായ ആ സാഹചര്യത്തിൽ ഒരു മാതൃകാ അധ്യാപികയായിരുന്ന ഗിരീഷ് മാഷിൻ്റെ അമ്മ ഗിരീഷ് മാഷ് യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ അറിവുണ്ടായിട്ടും അമ്മയുടെ ആ സ്വഭാവവും ആറ്റിറ്റ്യൂഡൊക്കെ ആകെ മാറുന്നുണ്ട് പ്രഭാവതിയോടും കുടുംബത്തോടും. ഇത്രയും നാൾ പ്രഭാവതിക്കും കുടുംബത്തിനും മെൻ്റലി സപ്പോർട്ടായിട്ട് നിന്ന ഗിരീഷ് മാഷിൻ്റെ അമ്മയുടെ ആ ഒരു സ്വഭാവം മാറുന്നതിൽ തന്നെയുണ്ട് മിക്കവാറും അവർ ആ വീട്ടിൽ നിന്ന് പോകാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗിരീഷും നന്ദനും ദേവികയും എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരുമിച്ചിരുന്ന് കൂടുന്ന സമയത്ത് അമ്മയുടെ നിലപാട് അറിയിക്കുന്നു. പ്രഭ, എൻ്റെ മകൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങളോടൊന്നും പ്രത്യേകിച്ച് വിവരിച്ചു തരേണ്ട കാര്യം എനിക്കില്ല. അവൻ ആദ്യം കല്യാണം കഴിക്കാതെ ഈ വീട്ടിൽ നിന്നു പോയെങ്കിലും യാതൊരു വിധമായ ചീത്തപ്പേരും അവൻ കേൾപ്പിച്ചിട്ടില്ല. അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ആ ഒരു വിഷമം അവനെ അറിയിക്കാതാണ് ഞാൻ വളർത്തിയത്. എന്നാൽ ഇപ്പോൾ നോക്ക്, അവൻ്റെ മേൽ മായ്ച്ചാലും മായാത്ത ഒരു കളങ്കം വീണിരിക്കുന്നു. ഈ സംഭവം എനിക്ക് സഹിക്കാനാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു സന്തോഷം അവൻ എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, വിവാഹം നടക്കുന്ന ആ ദിവസം തന്നെ സിദ്ധാർത്ഥ സാറിൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ തനൂജ വന്ന് അവിടെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കി. അതിൻ്റെ എല്ലാം മാനക്കേട് അനുഭവിച്ചത് ഞങ്ങളാണ്. രണ്ടാമതായി ഈ രജനിയെ നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ തനൂജ വന്ന് കുത്തി. അതിൻ്റെ പേരിലും എൻ്റെ മോൻ ഒരുപാട് മാനസിക പ്രയാസം അനുഭവിച്ചു. അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന ഓരോ തിരിച്ചടിയിലും എൻ്റെ മോൻ ഉരുകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വിവാഹത്തിന് ശേഷം എൻ്റെ മോൻ ചിരിച്ചോ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടോ ഇല്ല. ഒരു സമാധാനക്കേട്. ഇതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ഇല്ല. ഇതൊരു ഏണിയായി മാറിയെന്നുള്ളൊരർത്ഥത്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ സമയം പ്രഭാവതി ആകെ തകർന്ന് ഭൂമി പിളർന്ന് താഴെ പോയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് നിൽക്കുന്നു. കാരണം ഗിരീഷിൻ്റെ അമ്മ ഇത്രയും പെട്ടെന്ന് മാറുമെന്ന് അവർ വിചാരിച്ചിരുന്നേ ഇല്ല. ഇനി ഇവിടെ നിൽക്കുന്നത് യാതൊരു വിധമായ അർത്ഥവും ഇല്ല. എത്രയും പെട്ടെന്ന് ഇവരെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടുന്ന് മാറണമെന്ന് പ്രഭാവതി മനസ്സിൽ ചിന്തിക്കുന്നു. അതേസമയം ദേവികയും നന്ദുവും ഒന്നും പറയാനാകാതെ നിൽക്കുന്നു. കാരണം ഇത് പറഞ്ഞതൊക്കെ ഗിരീഷിൻ്റെ അമ്മയാണ്. ഗിരീഷിൻ്റെ അമ്മ പറഞ്ഞതിൽ ഒരു കള്ളവും ഇല്ല. പറഞ്ഞതെല്ലാം വാസ്തവമാണ്. ആ സമയം രജനി നിസ്സഹായ അവസ്ഥയിൽ ഗിരീഷിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നു. ഗിരീഷും രജനിയെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അതേസമയം അരുന്ധതി മേഡം ത്യാഗരാജനെ കാണാനായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയൊരു വിജയവും ചന്ദ്രോത്തുകാർക്കുണ്ടാവരുത്. ചന്ദ്രോത്തുകാർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രഭാവതിയെ തന്നെയാണ്. അവൾ കരയണം, അവൾ നീറി കരയണം. അവളുടെ അവസാന ശ്വാസം പോകുന്നത് എനിക്ക് നേരി കാണണം. എന്നാൽ മാത്രമേ എനിക്ക് അവളോടുള്ള പ്രതികാരം തീരുകയുള്ളൂ. അത്രമാത്രം പ്രതികാരം അരുന്ധതിക്ക് പ്രഭാവതിയോടുണ്ടെന്ന് ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അരുന്ധതി, ത്യാഗരാജ, നീ ചന്ദ്രോത്തുകാർക്ക് തിരിച്ചടി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പോവും. ഏറ്റവും അവസാനം തോറ്റു തുന്നമ്പാടി വരുന്നത് നീയാണ്. വിജയം അവർക്കും. ഇപ്പോൾ തന്നെ ആ ഗിരീഷ് മാഷിനെ നിസ്സാരം പോലെ അകത്തിടാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ കാട്ടൂരൻ വന്ന് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി. നിസ്സാരം പോലെ ഈ കേസ് ജയിക്കാവുന്നതേ ഉള്ളായിരുന്നു. ഇനി നീ ഇതുപോലുള്ള അബദ്ധങ്ങൾ കാട്ടിക്കൂട്ടരുത്. എങ്ങനെയാണ് ഒരു കാര്യം സക്സസ്സായി ചെയ്തു തീർക്കാൻ പറ്റുന്നതെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി നീ എൻ്റെ കൂടെ കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ കളത്തിലിറങ്ങാൻ പാടുള്ളൂ. അരുന്ധതി ആരാണെന്ന് അവർ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെല്ലാം കേട്ട് ത്യാഗരാജൻ പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എൻ്റെ ചേച്ചി കാലുമാറിയതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഞാൻ പിൻവലിച്ചത്. അല്ലെങ്കിൽ ഗിരീഷ് കുറച്ച് നാൾ അകത്ത് കിടന്നേനെ. അങ്ങനെ ഗിരീഷ് മാഷ് അകത്ത് കിടക്കുമായിരുന്നെങ്കിൽ അമ്മയും രജനിയും കൂടെ എന്തായാലും പ്രഭാവതിയും കുടുംബത്തെ അവിടുന്ന് അടിച്ചിറക്കിയേനെ. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ അവരെ അവിടുന്ന് അടിച്ചിറക്കുന്നതിൻ്റെ അടുത്ത സെക്കൻഡ് തന്നെ ദേവികയ്ക്കും നന്ദനും ഉള്ള ജോലി ഞാൻ അവിടുന്ന് പിരിച്ചുവിടും. അതോടെ അവർ നടു റോഡിലിരുന്ന് പിച്ച തണ്ടേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കിയേനെ. എന്തായാലും ഇപ്രാവശ്യം പോട്ടെ. അടുത്ത പ്രാവശ്യം കളത്തിലിറങ്ങുമ്പം വിജയം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകണം. അതേസമയം ദേവികയും പ്രഭാവതിയിൽ നിന്ന് പൊട്ടിക്കരയുന്നു. കാരണം തങ്ങൾ കാരണമാണ് ഗിരീഷ് മാഷിൻ്റെയും രജനിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്.
ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു വിഷമത്തിൽ ആവലാതിപ്പെട്ട് നിന്ന് കരയുന്നതായിട്ട് കാണിക്കുന്നു. ദേവിക പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മേ നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാറിയാലോ? അമ്മ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇനി നമ്മൾ കാരണം ഗിരീഷ് മാഷിൻ്റെ കുടുംബജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. അമ്മ പറഞ്ഞ കാര്യങ്ങളിലും വാസ്തവമുണ്ട്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മോളെ നന്ദനോടും കൂടി ആലോചിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണം. ഞാൻ ഗിരീഷിനോട് പറഞ്ഞതാ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്, പക്ഷെ ഗിരീഷ് കേട്ടില്ല. അവന് നമ്മളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നത്. അത് അവൻ്റെ കുടുംബജീവിതത്തിലെ എല്ലാ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുന്നു. ഇനി നമ്മൾ കാരണം അവനൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നൊക്കെ തീരുമാനിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്തായാലും അധികം വൈകാതെ പ്രഭാവതിയും കുടുംബവും ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറുമെന്ന് തോന്നുന്നു. കാത്തിരുന്ന് കാണാൻ എന്തൊക്കെയായി തീരുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഓൺ ചെയ്ത് ഇഷ്ടമുള്ള പോയിന്റ് തരാൻ മറക്കല്ലേ കൂട്ടുകാരെ.